അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരിൽ നിന്ന് തിരിക്കുന്നതാണ് കേരളത്തിലേക്ക്. കേരളത്തിൽ നിന്ന് ഇവിടുന്ന് 7 മണിക്കൊരു ബസ്സുണ്ട് ജമ്മുവിലേക്ക്. ആ ബസ്സിൽ കയറാനായിട്ടാണ് നമ്മൾ പോണത്. കിട്ടി ഇല്ലെങ്കിൽ പഴയതുപോലെ തന്നെ നമ്മൾ പോകേണ്ടി വരും. പിന്നെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. ഇനി സാധനമൊക്കെ ഇവിടെ അയച്ചിട്ടേക്കാണ്, എല്ലാം പാക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ കിടന്ന സ്ഥലം. 3-4 സാധനമൊക്കെ തരും പുതയ്ക്കാൻ വേണ്ടിയിട്ട്, അത്രയ്ക്കും തണുപ്പുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കിടന്ന സ്ഥലമാണിത്. മരം കൊണ്ടിട്ടുള്ള ആ ഒരു വള്ളമില്ലേ, ആ വള്ളമാണ് ഈ കാണുന്നത്. അവിടെയാണ് നമ്മൾ റൂം എടുത്ത് വെച്ചത്. ഈ ജനല തുറക്കാൻ പറ്റില്ല. ഈ ജനല തുറക്കാൻ പറ്റുന്നതെങ്കിൽ അടിപൊളിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ കിട്ടുന്നത് പുഴയിലോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഞാൻ കുറേ നോക്കിയത്, പക്ഷേ അടിച്ചു വെച്ചേക്കണായിരുന്നു. പിന്നെ ഇവർ ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുത്തരും കേട്ടോ. രാവിലെ കാവ ഇവർക്കിടെ തന്നതായ കാവാട്ടി നമുക്ക് കൊണ്ടുത്തരും. അപ്പം നാം ഇത്രയും ദിവസമല്ല 2-3 ദിവസം താമസിച്ച നമ്മുടെ റൂം വിട്ട് നമ്മൾ പോണേ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം. അതാക്കാണ് സീറോ ബ്രിഡ്ജ് നൈറ്റ് അടിപൊളിയാണ്. സീറോ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് നമ്മൾ താമസിച്ചേട്ടാ. മോർണിംഗ് വ്യൂ ആണ്ടി കാണണ. ഇത് അബ്ദുള്ള ബ്രിഡ്ജ്. ഇവിടെ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അടിപൊളിയായിരിക്കുള്ളൂ. അപ്പുറ സൈഡ് എന്നാ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. ഈ കാണുന്ന മോർണിംഗ് വ്യൂ ആസ്വദിച്ചിട്ട് ഇപ്പോഴും ലൈറ്റ് ഓഫ് ചെയ്തല്ല കേട്ടാ. എന്ത് ഭംഗിയല്ലേ ഇവിടെ നോക്കാൻ. മരം കൊണ്ടുണ്ടാക്കിയ ബ്രിഡ്ജാണത്. അപ്പം നമ്മൾ ഇവിടുന്ന് പോകണേണ്. ലാസ്റ്റ് ഡേ ആണ്. 7:30 ബസ് ഉണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞേ ഓൺലി 1 ബസ്സല്ല, കുറേ ബസ് ഉണ്ടെന്ന്. ഇവിടെ മിക്ക സ്ഥലത്തും ഇങ്ങനത്തെ വേസ്റ്റ് പിന്നൊക്കെ കാണും കേട്ടോ. വൃത്തിയുടെ കാര്യത്തിൽ ഇവർ വലിയ കുഴപ്പമില്ല. ടൗണിലോട്ട് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ടാവും. ഇവിടെ വേണ്ട അമ്മീനെ മേളിലോട്ട് ഇടണം. ഓക്കെ, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് അവിടെ അങ്ങാടേക്ക് പോകണം. പോണോന്നൊരു ചിന്തയും കൂടി എനിക്കുണ്ട് കേട്ടോ. പോണോ അല്ലെങ്കിൽ നമ്മ കുറച്ചും കൂടിയൊക്കെ സ്ഥലങ്ങളൊക്കെ പോയി, ഇവിടത്തല്ല ഇന്ത്യയിലത്തെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് പോകണമെന്നൊരു. പിന്നെ നമ്മുടെ കാലിൻ്റെ ഒരു വിഷയം കൂടി കൊണ്ടാണ് നമ്മളിപ്പോൾ തിരിച്ച് പോണത്. മെയിനായിട്ട് അതാണ് പ്രശ്നം. വയ്യാണ്ടായിപ്പോയി, മൊത്തത്തിൽ ബാഡടിച്ച്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതായിപ്പോയി. അതാണ് നമ്മളിപ്പോൾ പോണത് തന്നെ മെയിനായിട്ട്. ക്ലീനിങ്ങും പരിപാടി തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. കണ്ട രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്കാക്കിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ തന്നെ ബോർഡുണ്ട്. എന്നിട്ടാണ് ഞാൻ പുള്ളിനോട് വെറുതെ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നത്. ഇതുവരെ ഇല്ലാത്ത സാധനം കൈമരവിച്ചു പോണ്. ഒരു ചായ കിട്ടുന്നെങ്കിൽ വളരെ ഉപകാരമാണ്. അതാണെന്ന് തോന്നട്ടെ പുള്ളി പറഞ്ഞത് ബസ് സ്റ്റേഷൻ. അവിടെ നിന്ന് ജമ്മു താവിക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. റോഡ് കിടക്കണം, പിന്നെ അപ്പുറത്തോട്ട് പോകണം. ഇതെന്താണ് മേളിലോട്ട് കാണിച്ചേക്കണ ജമ്മു എന്നുള്ളത്? നോക്കാം. സൂര്യനിങ്ങനെ
സൂര്യനിങ്ങനെ ഉദിച്ചിരിക്കണണ്ട. ആഹാ, ഈ ചുണ്ടൊക്കെ ഒരുമാതിരി പരിപ്പളിക്കിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റുള്ള ഈ ചൂട് കാരണം, സോറി തണുപ്പ് കാരണം. ബസ് കിട്ടി. അങ്ങനെ കാശ്മീരിൽ നിന്ന് ജമ്മുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പ്രൈസിന് നമുക്ക് ബസ് കിട്ടിയേട്ടാ. AC ബസ് എടുത്തേക്കാണ്. AC ഒട്ടും തണുപ്പാണ് ഇവിടെ. അന്നേരം AC ബസ് എടുത്തേക്കാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, അതാണ് ഒരു പ്രശ്നം. രാവിലെ തന്നെ പോകുന്ന പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടിയില്ല. പൂക്കളുടെ ഭാഗമുണ്ടാകും. കാരണം മൊത്തം മഞ്ഞ കളറിലാണ്. ബസ്സിലാണ് ബാക്കിലെ അതാറുള്ളത് തപ്പലും വേണ്ട. ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചതല്ലേ. മൊത്തം പൂക്കളുടെ മഞ്ഞപ്പാടം. ഓഫീസാണ് മൊത്തം. കൃഷി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. കാരണം നമുക്ക് ഇവിടെ കേട്ട് മാത്രം കാണാൻ പറ്റും. ഏറ്റവും ബാക്കിലെ സീറ്റ് ആയതുകൊണ്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം മൊത്തം കണ്ടത് പൂപ്പാടങ്ങളാണ്. ഏക്കർ കണക്കിനുണ്ട് ഇവിടുത്തെ പൂപ്പാടങ്ങള്. യാത്ര ഉണ്ട് ഞങ്ങൾ ജമ്മുവിലേക്ക്. നോക്കാം. പോണ പോക്കില് വണ്ടി ചെയ്തിട്ട് ചായ കുടിക്കാൻ നിർത്തിയാണ്ടാ. ഞാൻ ഒരു ചപ്പാത്തി കൊടുക്കുക, റൊട്ടിയും പിന്നെ തൈര്, കടലക്കറി. ഈ കടലക്കറി കൊള്ളാട്ടാ. ഞാൻ എത്ര നാളും കഴിച്ചാലും നല്ല കടലക്കറിയാണ്. നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. കഴിക്കട്ടെ എന്തായാലും. ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കഴിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എന്ത് സ്റ്റഫൊക്കെ ഉണ്ട് കേട്ടാ. ആലി പൊറോട്ട എന്തോ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ എന്തോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഉള്ളിലെന്തോ വെച്ചിട്ടാണ് ചെയ്യണത്. എന്തായാലും കൊള്ളാട്ടാ, കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇത്ര ദിവസം തപ്പിയിടുന്ന സാധനം ഇതുവരെയായിട്ടും കിട്ടിയിട്ടുണ്ടായില്ല. ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് പിടിക്കുന്ന ടേസ്റ്റാണ്. ഇനി കഴിക്കട്ടെ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയപ്പോൾ ആ കടയ്ക്ക്, ഈ കടയിലാണ് നമ്മൾ ഫുഡ് കഴിച്ചേട്ടാ. വണ്ടി ഇവിടെ നിർത്തിയേക്കണം. അതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ കണ്ട നിങ്ങൾ? വേണ്ട, മഞ്ഞുമലയാണ്. ഫുള്ള് മഞ്ഞുമല എന്ന് പറഞ്ഞാലേ കണ്ണത്ത ദൂരത്തോളം മഞ്ഞുമല. എല്ലാ വണ്ടികളും കൊണ്ടുവന്ന് ചവിട്ടണ സ്ഥലമാണെന്ന് തോന്നുന്നു മെയിനായിട്ട് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ എന്തായാലും ഒരു പൊറോട്ട എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അത് കാരണമാണ് ചെറുതായിട്ടൊരു ആലു പൊറോട്ട എടുത്ത് കഴിച്ചത്. ഇനി ഇത് കഴിച്ചിട്ട് ഇനി വല്ല വള്ളി വരും, അത് ദൈവത്തിനറിയാം. ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചതിന് അപ്പം വയറ് കംപ്ലൈൻ്റ് ആവുന്നതാണ്. അത് കാരണം മിക്കപ്പോഴും ലൈറ്റായിട്ട് മാത്രമാണ് ഇപ്പോൾ കഴിക്കൽ മൊത്തം ഇവിടുത്തെ ഫുഡ്. ഒരു ചായയും കുടിച്ചിട്ടുണ്ട്. എന്താവുമെന്ന് എനിക്കൊരു വലിയ പിടുത്തില്ല. വാള് വെക്കാണ്ടിരുന്നാൽ മതി. വാള് വെച്ചാലാണ് ഈ മെയിൻ പ്രശ്നം. നമ്മൾ മൊത്തം ടയേർഡായിട്ട് പോവും. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടുള്ള കാണിക്കണല്ലോ കേട്ടോ. ആ ബോർഡിൽ ഞാൻ ബോർഡ് നോക്കിയാണ്. നിങ്ങൾ ബോർഡിൻ്റെ അപ്പുറത്തോട്ടുള്ള സൈഡൊന്നും കാണാത്തണ്ട. അവിടെ മഞ്ഞ് ഒന്ന് നിറഞ്ഞിട്ടാണ് കാണാത്തേട്ടാ. വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം വല്ല തണുപ്പും കാര്യങ്ങളൊന്നും അനുഭവപ്പെടണല്ലോ നമുക്ക്. മരണപ്പോയി ഉണ്ടാ. മഞ്ഞുമലകളാണ് ആ കണ്ണത്. ഇപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വണ്ടി കയറട്ടെ, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാണ്ട് പോകും. ഇങ്ങോട്ട് പോകുന്ന വഴി കണ്ട ചെറിയ ടണലാണ്. ചെറുതാണോ വലുതാണോ നമുക്കറിയാൻ പാടില്ല.
ചെറുതൊന്നല്ലിട്ട് ഇത് അത്യാവശ്യം നല്ല വലുതാണ്. കുറേ നേരം ഇപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഉച്ചക്കത്തെ റെസ്റ്റാണ് ഇത്. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയാണ്. സ്ഥലം കണ്ട മൗണ്ടെയിൻസ് ഓഫ് മൗണ്ടെയിൻസ്. ഇതുണ്ടാ ചെറിയ ഐസറി അവിടെ നിന്ന് മഞ്ഞൊരുകിയിട്ട് ഒഴുകി വരുന്ന വെള്ളമാണ്. ഈ വഴി ഒഴുകി ഇങ്ങനെ വന്ന വെള്ളമാണ് ഇതിലെ വന്ന. അത് മര വെച്ചിരിക്കണേ കൂട്ടി വെള്ളമൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പക്ഷേ എങ്ങനെ പോകുന്നൊന്നും വലിയ പിടുത്തില്ല. നമ്മളാണെങ്കിൽ ബസ്സിലാണ്, ഒരു രക്ഷയില്ല. അപ്പം ബസ് ഇവിടെ നിർത്തിയാറുണ്ട്. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ബസ് നിർത്തണ മെയിൻ സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് കൊണ്ടുവന്ന് പുള്ളി നിർത്തിയത്. കിട്ടില്ല സ്ഥലം ഒന്നും പറയാനുള്ള. മിക്ക ചരിവുകളിൽ മൊത്തം വീടും കാര്യങ്ങളും കൃഷിയും ഇതൊക്കെയാണ് കേട്ടോ ചെയ്യണത് പൊതുവെ. വന്ന വഴി മൊത്തം റോഡ് പണി നടക്കണ മൊത്തം ബ്ലോക്കാണ് കേട്ടോ. നിരങ്ങിയാണ് വന്നത്. ഇതിൽ കാണുന്നൊരു ബാത്റൂമാണ്, പൊതു ബാത്റൂമാണെന്ന് തോന്നുന്നു. അറിയാൻ പാടില്ല. കടയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാന്ന് വെച്ചാൽ ഇയാളെ കാണാനും പിള്ളേർ വെള്ളം കുടിച്ചിട്ടില്ല. ഇവിടെ വെള്ളം ഇല്ലല്ലേ, എന്ത് ചെയ്യാന്നൊരു പിടുത്തില്ല. ആ കണ്ണ വഴിയാണ്ട് നമ്മ വന്നത്. ആ കണ്ണ വഴിയാണ് നമ്മ ഇതിലേ വന്നത്. മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. എന്തായിക്കോലും ഇവിടെയൊക്കെ താമസിക്കണവർ ഒരു വൈബ്. തണുത്തുറന്ന് മരവിക്കും രാത്രി ആയി കഴിയുമ്പോൾ തന്നെ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ സ്റ്റേ അടിക്കാൻ പറ്റുമെങ്കിൽ നോക്കണം. വെള്ളം കിട്ടിയടാ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ വന്നു. അങ്ങനെ വെള്ളം മേടിച്ചു. ഇത്ര നേരം തണുപ്പായിരുന്നെങ്കിലേ ഇപ്പം നല്ല വെയിലുള്ള കാരണം നല്ല ചൂടുണ്ട്. ജാക്കറ്റ് ഇട്ടേക്കണ കാരണം ചൂടെടുക്കുന്നുണ്ട് നല്ലോണം. അത് ഊരി കാണാം. അങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നേരെ പൂനെക്ക് ട്രെയിൻ എടുത്തേക്കണം. ജനറലി ചാവെന്ന് പറഞ്ഞാൽ ചാവും, വേറെ വഴിയില്ലാനായിട്ട് എടുത്താണ്ട. അതൊക്കെ സ്റ്റേഷനിലിരിക്കണം. നമ്മുടെ ട്രെയിൻ പോകാനുള്ള ട്രെയിനൊന്നും വന്നിട്ടില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ട്രെയിൻ വരും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ കാണാം.